ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് പ്രോബ്ലം. ഞാൻ എന്തെങ്കിലും എൻ്റെ കാർഡിൽ എന്തെങ്കിലും കണ്ടാൽ ഞാൻ പറയാം. അതല്ലാതെ നിങ്ങളുടെ എന്ത് തന്നെ ലൈഫിൽ പ്രോബ്ലംസ് ആയാലും ഓക്കെ, നമ്മളിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക യൂണിവേഴ്സിൽ നിന്ന്. എന്ത് തന്നെ പ്രോബ്ലം ആയാലും അതിനെ മറികടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള അഡ്വൈസാണ് ഇവിടെ. ഓക്കെ, ഡെയിലി ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നത് തന്നെയാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഡെയിലി നമ്മൾ എടുക്കുന്ന ഗൈഡൻസ് ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറയാനല്ല ഈ റീഡിങ്. ആ പ്രോബ്ലംസിനെ നമ്മൾ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് നല്ലത് വരാൻ പോകുന്നത്, അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, ആ പ്രശ്നങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഗൈഡൻസ് റീഡിങ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് ഗൈഡൻസ് മെസ്സേജ് റീഡിങ്. ഓക്കെ, സോ ദയവ് ചെയ്ത് ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, പോസിറ്റീവ് റീഡിംഗ് ആയിട്ട് എടുക്കുക. ലൈഫിൽ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രോബ്ലംസ്, നമുക്കറിയാം. അതിനെ ആ നെഗറ്റീവ്സിൽ നിന്ന് നമ്മൾ എന്ത് പോസിറ്റീവാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കി ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളിലെയും നെഗറ്റീവിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നെഗറ്റീവിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുത്താൽ നെഗറ്റീവ് തന്നെ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പോസിറ്റീവ് അത് മാറ്റിയിട്ട് നമ്മൾ സൊല്യൂഷനിലേക്ക് നമ്മുടെ മൈൻഡ് കൊണ്ടുവരണം എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് കാർഡ് കണ്ടാലും ആ നെഗറ്റീവ് കാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നതെന്ന്. അത് എടുത്ത് ഞാനിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് അപ്പോൾ ഇവിടെ ഒരു കാർഡ് ഇവിടെ വന്നിട്ടിതാ 7 of Swords ഉണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനാണ്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ കാർഡ് നമുക്കറിയാം, നമുക്കൊക്കെ ലൈഫിൽ അറിയാം, നമ്മുടെ ലൈഫിൽ ഇതൊക്കെ തന്നെയാണ് ടെൻഷൻ നമുക്ക് എല്ലാവർക്കും അല്ലേ. അപ്പോൾ ഇത് വരുമ്പോൾ, ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ പറയും ഓക്കെ, ഈ നിങ്ങളുടെ ആ ടെൻഷൻ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയും. സോ നമ്മൾ കൂട്ടിയാണ് വായിക്കുക ടാരോയിൽ. ഓക്കെ, നമ്മൾ ഈ റീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കാർഡ് 3 കാർഡ് 4 കാർഡ് കൂട്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഓവറോൾ എനർജി നോക്കും. ഇപ്പോൾ ഒരു നെഗറ്റീവ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്, അതിൻ്റെ ചുറ്റും വേറെ 3 പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോസിറ്റീവാണ് കാർഡ്. കാരണം ആ നെഗറ്റീവിനെ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അതിനുള്ള സൊല്യൂഷൻസ് ആണ് നമ്മുടെ ടാരോ കാർഡ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ടാരോ കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇത് പറയുന്നത്. കാർഡിനെ ഞാൻ പോസിറ്റീവാക്കി പറയുന്നതല്ല, അതിൻ്റെ ചുറ്റുമുള്ള കാർഡ്സും കൂടി നോക്കിയിട്ടാണ് നമ്മളൊരു സിറ്റുവേഷനെ നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു കാർഡിനെ വെച്ചിട്ട് ഓക്കെ ഇതിൽ നെഗറ്റീവ് വന്നു, ഓക്കെ നിങ്ങൾക്ക് ചീറ്റിംഗ് വരും, നിങ്ങളെ എന്തെങ്കിലും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞ് വിടുന്നതല്ല നമ്മുടെ ടാരോ റീഡിംഗ്. ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കാർഡ് എന്താണ്, ഇതിൻ്റെ പിന്നിൽ വരുന്ന കാർഡ് എന്താണ്, മുന്നിൽ വരുന്ന കാർഡ് എന്താണ്, സൈഡിൽ വരുന്ന എന്താണ്, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ റീഡിംഗ് ചെയ്യുക. ആക്ച്വലി ഞാൻ ഇന്നലെ ഒരാളോട് എനിക്ക് കുറച്ച് ഹാർഷായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. അതിൻ്റെ ബാക്കി ഞാനിവിടെ സോറി. എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. നൈറ്റ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, വേൾഡ് കാർഡാണ്. ഹൈ പ്രീസ്റ്റസ്, ക്വീൻ ഓഫ് എയർ, 6 of Cups ആണിത്, 6 of Water, 9 of Cups ആണ്, 8 of Earth എന്ന് പറയുമ്പോൾ ഓക്കെ, 8 of Pentacles, Ace of Earth and Transformation, 10 of Air. ഈ കാർഡ് കാണുമ്പോൾ നെഗറ്റീവ് കാർഡാണിത്. ഓക്കെ, ടെൻഷൻ, സ്ട്രെസ്സ്, നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നമ്മളൊരു ഗിവ് അപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡാണിത്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന കാർഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി, ഞാൻ ഇവിടെ ടാരോ പഠിപ്പിച്ചു തരണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, വിരോധമില്ല. ഈ 10 of Swords പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെ ടെൻഷൻ തരുന്ന ഒരു സിറ്റുവേഷൻ, അതിൽ നിന്നൊരു മാറ്റം എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇങ്ങനെ രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ വായിക്കേണ്ടത് ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും, അല്ലെങ്കിൽ വരാൻ സാധിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, അടുത്ത കാർഡ് പറയുന്നത് ഓക്കെ ഏസ് ഓഫ് എർത്ത് ആണ്. എന്ന് വെച്ചാൽ അബൻഡൻസ്, ഓപ്പർച്യൂണിറ്റി, റിസോഴ്സസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ശരിയാണ്. ഓക്കെ, ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ആ മാറ്റം എന്താണ്, നല്ലതാണ് വരുന്നത്. ഒരു അബൻഡൻസിലേക്ക് നിങ്ങൾ എത്തുന്നു, അത് കറക്റ്റ് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ടെൻഷനായിട്ട് ഇരുന്നു, ആ ടെൻഷനിൽ നമ്മൾ എത്ര കാലം ഇരിക്കും, ഒരുപാട് കാലം ഇരിക്കുമോ, ഇരിക്കില്ല. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് നമ്മളെ തന്നെ ഒരു സമയം എടുക്കുമായിരിക്കും. ഓരോരുത്തർക്ക് ഓരോ സമയമാണ്. ചിലവർക്ക് 2 ദിവസം കൊണ്ട് ശരിയാവും, ചിലവർക്ക് 10 ദിവസം കൊണ്ട് ശരിയാവും, ചിലവർക്ക് മാസങ്ങളെടുക്കാം.
ഓക്കെ, ആ മാസങ്ങൾ പക്ഷെ നമ്മളെ മാറ്റിക്കൊണ്ട് വരും. കാലം അങ്ങനെയാണ്, ഒരു ജീവിതം അങ്ങനെയാണ്. നമ്മൾ മാറി 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 വരും മനുഷ്യർ. ഓക്കെ, ഈ ഇതിലിങ്ങനെ നിങ്ങൾ കിടക്കില്ല എപ്പോഴും. അതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ പുറത്തു വരും. എന്നായാലും ശരി, അത് എത്ര സമയം എടുത്താലും ശരി. ചിലവർ വരാത്തവരുണ്ട്, അതുമുണ്ട്, അത് അങ്ങനത്തെ ഒരു കൂട്ടരും ഉണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മൾ എന്താ ശ്രമിക്കുക, മാറി വരാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്, നമ്മൾ അതിലേക്ക് പുഷ് ചെയ്ത് കൊണ്ടുവരും, മെല്ലെ മെല്ലെ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആ മാറ്റം വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ചേഞ്ച് ആണ് പറയുന്നത്, ലൈഫ് ചേഞ്ച് ആണ് പറയുന്നത്. ഈ ഒരു സ്ട്രെസ് നിങ്ങൾക്ക് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആ മാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഇവിടെ ഈ റീഡിങ്. ഓക്കെ, ഇതിനെ എനിക്ക് നെഗറ്റീവ് പറയാൻ എന്നെ കൊണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു ഓഫറാണ്. ആരെങ്കിലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഓഫർ ആയിരിക്കാം. ഏതെങ്കിലും പേഴ്സൺ നിങ്ങളോട് റൊമാൻറ്റിക് സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മളൊരു ജോലി ഓഫർ എന്ന രീതിയിൽ കൂടി പറയും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും വളരെ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺ, ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഒരു ജോലിയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊണ്ടുതരാം എന്ന രീതിയിലാണ് പറയാം. അവരതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് പറയാനുള്ള സാധ്യതയാണ്. ആൻഡ് വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരും എന്നാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ വരും. ആരെങ്കിലും നിങ്ങളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നു, പറയുന്നു, ഇമോഷണൽ ആയിട്ടാണെങ്കിലും അതും നിങ്ങളൊരു സക്സസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം വരുന്നതാണ്. അതേപോലെ ജോലിയുടെ കാര്യം വല്ലതും ആണെങ്കിലും നിങ്ങൾക്കതൊരു ലൈഫിൽ നിങ്ങളൊരു മാറ്റം കൊണ്ടുവരും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കരിയറിലൊക്കെ ഗ്രോത്ത് അങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ നല്ലോണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് അടുക്കുക. എന്ന് വെച്ചാൽ ലൈക്ക് നിങ്ങൾ കുറെ കൂടി പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. വിസ്റ്റം എന്ന് പറയും. ഓക്കെ, നിങ്ങൾ വിസ്റ്റം ഗെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാനുണ്ടാവും. എന്നാലൊക്കെ നമുക്ക് ഈ മാറ്റങ്ങൾ വരുള്ളൂ അല്ലേ. ഈ മാറ്റങ്ങൾ വരാൻ എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ ആദ്യം വരുന്നത് നമ്മുടെ ലൈഫ് ഇപ്പോൾ സപ്പോസ് ഓക്കെ ഇങ്ങനെ പറയാം, കഥ ഇത് സ്റ്റോറി ആയിട്ടാണ് നമ്മളിത് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്ട്രെസ് അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വരുന്നു. ഓക്കെ, അതിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയുമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരാൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളോട് സ്നേഹം തരാൻ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ ജോലി, കരിയർ അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും, ഒരു ഫ്രണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് വരാം. ഓക്കെ, അപ്പം എന്താവും, നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ തുടങ്ങുമെന്ന് പറയാം. ഓക്കെ, ഒരു മാറ്റം വന്നു അല്ലേ. നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ കിട്ടി, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങി. ഓക്കെ, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ടാവാം. ഓക്കെ, പേഷ്യൻസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്സ് ആണെങ്കിൽ നിങ്ങൾ പേഷ്യൻസ് വെക്കണം. ഓക്കെ, ക്ഷമയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം എന്നാണ്. ജോലിയാണെങ്കിലും നിങ്ങൾ പേഷ്യൻസോടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അവിടെ കുറേ പഠിക്കാനുണ്ട് നിങ്ങൾ അല്ലേ. നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇത് ധൈര്യം വരുന്ന കാര്യമാണ്. ഓക്കെ, ആക്ച്വലി ബ്രില്യൻറ്റ്, എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹ്യൂമറസ് എന്നാണ്. അത് മാത്രമല്ല ആക്ച്വലി ഇത് ധൈര്യം, നമ്മൾ കറേജ്, അങ്ങനത്തെ ഒരു പേഴ്സൺ ആവണം നിങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആവാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആവും. അങ്ങനെ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ബോൾഡായിട്ട് ആക്ഷൻ എടുക്കാൻ പഠിക്കും. നമ്മൾ കുറെ കൂടെ സ്ട്രോങ് ആവാൻ പഠിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാറി മാറി വരുന്നത്. ആൻഡ് ആ മാറ്റങ്ങൾ നിങ്ങളിൽ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾക്ക് പഴയ ഓർമ്മകൾ വരാം. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുപ്പത്തിലുള്ള എന്തെങ്കിലും ആഗ്രഹം. ഓക്കെ, ആക്ച്വലി ഇത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് എന്തോ ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ എന്ന് പറയാം. ആ ആഗ്രഹമാണ് ഇപ്പം നടക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ പക്ഷെ നിങ്ങൾ ചില വർക്ക് നിങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഈ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾക്ക് അതിനെ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതിനായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം ഏറ്റവും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണമെന്നായിരിക്കാം. അത് വരും. അല്ല, നിങ്ങൾക്കൊരു ജോലി, കരിയറോ ചിലപ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ അതിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അതിന് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. നിങ്ങളിൽ തന്നെ നിങ്ങൾ സ്ട്രോങ് ആവണം. കുറെ കൂടെ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കണം. ആൻഡ് യെസ്, ഇത് എഫേർട്ട് ഇടുന്ന കാര്യമാണ്. ഫോക്കസ് ചെയ്യാൻ, പഠിക്കാൻ. അഗെയിൻ സെയിം തിങ്. പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കൂടി നിങ്ങൾ നോളജ് ഗെയിൻ ചെയ്യാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ജോലി, കരിയറിൻ്റെ കാര്യം ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ എന്ത് ഫീൽഡിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ
ഓക്കെ. അപ്പോൾ നിങ്ങൾ ഗ്രോത്ത് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. ആ ഗ്രോത്ത് വരാൻ നിങ്ങൾ കുറെ കൂടി പഠിക്കണം. പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പറയില്ലേ, നമുക്ക് വേണ്ട ഏരിയയിൽ നമുക്ക് ഫുൾ നോളജ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതിനെ നിങ്ങൾ കുറച്ചുകൂടി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം. റിലേഷൻഷിപ്സ് ആണെങ്കിലും ഓക്കെ, റിലേഷൻഷിപ്പ് ആയാലും നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് നല്ലോണം ഒന്ന് ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട്. കുറെ കൂടി നമുക്ക് നോളജ് വേണം, എങ്ങനെയാണ് ഒരു ബന്ധങ്ങളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള കുറെ കൂടി നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരാം. മനസ്സിലാക്കലും ഒരു പഠിക്കൽ തന്നെയാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കണമെന്നില്ല, നമ്മൾ ലൈഫിൽ നിന്ന് മനസ്സിലാക്കുന്നതും ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് വേണം. ആൻഡ് ബോൾഡ്നെസ് വേണം, കുറെ കൂടി കറേജ് വേണം, ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം. ഓക്കെ, ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസ് വരും. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ് നമ്മൾ സ്പിരിച്വൽ ആവാൻ കൂടി പറയാറുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ സമയമായിരിക്കാം. നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യണം, അതിനെക്കുറിച്ച് വല്ലതൊക്കെ പഠിക്കാനുണ്ടാവാം. പ്രേയേഴ്സ് ഒക്കെ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഇൻറ്റ്യൂഷൻ. ആക്ച്വലി ഈ കാർഡ്സ് ഒക്കെ പേർപ്പിളാണ് കണ്ടോ. പർപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻറ്റ്യൂഷൻ, നമ്മുടെ ക്രൗൺ ചക്രയെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതിൽ വർക്ക് ചെയ്യുക നിങ്ങൾ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്ട്രെസ് അടിച്ചിട്ട് ആക്ച്വലി ടെൻഷൻ അടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ടെൻഷൻ അടിച്ചിരിക്കുന്നതല്ല, അതിനെ മാറ്റിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുമ്പോൾ അത് നിങ്ങൾ എത്രത്തോളം സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ മാറ്റത്തിനൊത്ത് നിങ്ങൾക്ക് എങ്ങനെ പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോത്ത് കാണും. ഓക്കെ, ഇവിടെ ഗൈഡൻസ് ഇന്ന് ജനറൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ നാളത്തെ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ജനറൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വീഡിയോ കാണാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഡെഫിനറ്റ്ലി നിങ്ങളെ മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെഗറ്റീവായിട്ട് എല്ലാ കാർഡിനും, നമുക്ക് എല്ലാ കാർഡിലും നെഗറ്റീവ് ഉണ്ട്. പല കാർഡ്സിലും നെഗറ്റീവ് ഉണ്ട്, പല കാർഡ്സിലും പോസിറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവ് കാർഡിനെ നമ്മൾ നെഗറ്റീവായിട്ടല്ല എടുക്കേണ്ടത്, അതിനെ നമ്മളൊരു ലേണിംഗ് സ്റ്റെപ്പായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ ചുറ്റും വരുന്ന കാർഡ്സും മാറ്ററാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. സോ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. യെസ്, ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കുക, നിങ്ങൾ ഓക്കെ ചേഞ്ച് വരികയാണ്, അതും പറയാം. ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ചില വലിയ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കത് ആ മാറ്റങ്ങൾ കൂടി നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം അല്ലേ. നമ്മൾ വിചാരിക്കാതെ ചില കാര്യങ്ങൾ നടക്കും നമുക്ക് ലൈഫിൽ. അപ്പോൾ അത് നമ്മളെ എന്താ പറയുക, ഒരു സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പാക്ക് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുക, മാറിപ്പോവുക, പുതിയ സ്ഥലത്ത് പോവുക, നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ആവണം അല്ലേ. അങ്ങനത്തെ വേൾഡ് കാർഡ് നമ്മൾ ട്രാവലിംഗ് പറയാറുണ്ട്. സോ അങ്ങനെ ഒരു ട്രാവലിംഗ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പുതിയ സ്ഥലത്തൊക്കെ പോയി നമ്മൾ സെറ്റിൽ ആവുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ മാറ്റങ്ങളാണ് അല്ലേ. അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടി നമ്മൾ ബോൾഡും കോൺഫിഡൻറ്റും ഒക്കെ ആവണം. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് കിട്ടും. വെറുതെ ഇരുന്ന് കൈയും കെട്ടിയിരുന്നാൽ നിങ്ങൾക്ക് റിസൾട്ട്സ് ഒന്നും വരില്ല, അബണ്ടൻസ് നിങ്ങൾക്ക് വരുമൊന്നുമില്ല. നിങ്ങളെ തേടി ഇങ്ങോട്ട് ഡോറിൻ്റെ അവിടെ നമുക്ക് ലോട്ടറി അടിച്ച് ചിലവർക്ക് കിട്ടും, പറയാൻ കിട്ടില്ല എന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വർക്ക് ചെയ്യാൻ വേണം. ഹാർഡ് വർക്ക് എപ്പോഴും ആവശ്യമാണ്. ഹാർഡ് വർക്ക് എല്ലാ തരത്തിലും, മെൻ്റലി ഫിസിക്കലി ഒക്കെ ചിലപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് വേണ്ടി വരും. ഓക്കെ, സോ ഗൈഡൻസ് ഞാൻ ഒരു ജനറലായിട്ട് എന്തൊക്കെയോ പറഞ്ഞൊരു ഗൈഡൻസ് തന്നാണ്, അല്ലാതെ ഇന്നത്തെ റീഡിങ് എനർജിയും നാളത്തെ എനർജി റീഡിങ് അങ്ങനെയൊന്നുമല്ല. ഒരു പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കിയത്. അതുപോലെ എനിവേ ഇപ്പോൾ നാളെയും വന്ന് വേറെ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടും, അത് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഗൈഡൻസ് മെസ്സേജ് ഒന്നും കൂടി ലേശം എടുക്കാം. കാർഡ്സ് എന്താണ് കുറച്ചുകൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. മ്യൂസിക്. ഓക്കെ, ഇതെപ്പോഴും വരാറുണ്ടല്ലേ അരെ വാ, സൂപ്പർ. ടെംപ്ടേഷൻ, മോട്ടിവേഷൻ. എന്ത് ഭംഗിയുള്ള കാർഡ്സ് ആണ്. ഡിവിനേഷൻ. ഓക്കെ, ഹിഡൻ ഡെപ്സ്. ഓക്കെ, ഇതാദ്യം പറയുന്നത് സംതിങ് ഹിഡൻ ഈസ് അബൌട്ട് ടു കം ടു ലൈറ്റ്, പെർഹാപ്സ് എ സീക്രട്ട് ഓർ മെമ്മറി അറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ്. നമ്മൾ നോസ്റ്റാൾജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അത് നിങ്ങളെ വെൻ വി എക്സ്പോസ് വാട്ട്സ് ഹിഡൻ വി ക്യാൻ ബിക്കം ഫ്രീ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബ്ലോക്കേജ് ആയിരിക്കാം ഈ പഴയ മെമ്മറീസ്. ഓക്കെ, അതിനെ റിലീസ് ചെയ്ത് വിടണം എന്നാണ് പറയുന്നത് ഇവിടെ. എന്തോ നിങ്ങൾ പക്ഷേ ചൈൽഡ്ഹുഡുമായിട്ട് കണക്റ്റഡ് എന്തോ കാര്യം ഇവിടെ ഉണ്ട്, നിങ്ങളുടെ മെമ്മറീസുമായിട്ട് കണക്റ്റഡ് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് നിങ്ങൾക്ക് റിവീൽ ആവും എന്നാണ് പറയുന്നത്. ആ സീക്രട്സ് റിവീൽ ആവുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ട്രാൻസ്ഫോർമേഷൻ അല്ലേ, വലിയ വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരാനുള്ളതായിരിക്കാം. അഗെയിൻ ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് ഡബിൾ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഫെയറി ടെൽസ് യു ടു സറണ്ടർ ടു എ ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് ഫോർ യുവർ ഹയസ്റ്റ് ഗുഡ്. എംബ്രേസ് യുവർ ട്രാൻസ്ഫോർമേഷൻ. ദ ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം.
ഓക്കെ, മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കുക. ഞാനതാ പറഞ്ഞ മാറ്റങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അതിനെ ഒത്ത് നമുക്ക് പോകാൻ സാധിക്കണം. കാരണം ആ മാറ്റങ്ങൾ ആവശ്യമാണ് നമ്മുടെ ലൈഫിൽ. ഓക്കെ, ആ മാറ്റങ്ങൾ വരുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് വേറെ അങ്ങോട്ട് മാറി വരുള്ളൂ. ഓക്കെ, മാറ്റങ്ങൾ വരണം. അപ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഡബിൾ കൺഫർമേഷനാണ്, നിങ്ങളുടെ ലൈഫിൽ എന്തോ മാറ്റം വരാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ മ്യൂസിക്, listen carefully for there may be a message in the music you hear. Music can lift your soul, rekindle memories and charm fairies to your door. Okay, മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ഓക്കെ, പാട്ടുകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് കിട്ടാം. പാട്ടിൻ്റെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജായിട്ട് തോന്നാം നിങ്ങൾക്കുള്ളതാണെന്ന്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി മൂഡൊക്കെ വളരെ ഹാപ്പി ആവും എന്ന് നമുക്കറിയാലോ അല്ലേ. ഓക്കെ, temptation, are you in denial about an unhealthy habit, perhaps one that makes you feel guilty? This fairy says you have the power to overcome temptation, whatever. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഗിൽട്ട് കിടക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ലേ തെറ്റ് എന്നറിയുന്ന, നമുക്ക് തന്നെ അറിയാം നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. എനിക്കത് വലിയൊരു അങ്ങനെ മാറ്റർ ആവണമെന്നില്ല കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളും ആവാം. നമ്മൾ ചിലപ്പോൾ അൺഹെൽത്തി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം, അത് നമുക്ക് തന്നെ അറിയാം നമുക്ക് നല്ലതല്ല എന്നല്ലേ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും, പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ഗിൽട്ട് കിടക്കുന്നുണ്ടോ, അതിന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അഡിക്ഷൻ, ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്സ് ഒക്കെ പറയുമ്പോൾ വല്ലാതെ ഒരു പേഴ്സണിൽ നിങ്ങൾ അഡിക്റ്റഡ് ആവുക, നിങ്ങൾക്ക് അറിയാം അത് നല്ലതല്ല എന്നല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. And motivation, when spring approaches, the flower fairies urge you to spring into action. ആക്ഷൻ എടുക്കുന്ന കാര്യം ഞാൻ ഇതാ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി നമ്മൾ പറഞ്ഞത്. ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുക, കോൺഫിഡൻ്റ് ആവുക, ബോൾഡ് ആവുക, ആക്ഷൻ എടുക്കാം. ഓക്കെ, സ്പ്രിംഗ് ടൈമിൽ നിങ്ങൾക്ക് എന്തോ ആക്ഷൻ എടുക്കാനുണ്ട് എന്ന് പറയും. സ്പ്രിംഗ് പറയുമ്പോൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ സ്പ്രിംഗ് ആണ്, ഏപ്രിൽ സമയമാണ് പറയാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്തോ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ എടുക്കേണ്ട കാര്യമുണ്ട് എന്നാണ്. ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ഡൂയിങ് സംതിങ്, ഗെറ്റ് ബിസി ആൻഡ് ഡു ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ചിന്തകളിൽ ഇരിക്കേണ്ട, ആക്ഷൻ കൂടെ എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡു വാട്ട് യു വോണ്ട് ടു ഡു. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അത് ചെയ്യാം. ആൻഡ് ഡിവിനേഷൻ, എംബ്രേസ് യുവർ പവേഴ്സ് ഓഫ് ഡിവിനേഷൻ വിച്ച് ആർ എസ്പെഷ്യലി സ്ട്രോങ് റൈറ്റ് നൗ. നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈ പ്രീസ്റ്റസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പുഷ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ, കുറച്ചുകൂടെ സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക. കുറച്ചുകൂടി ദൈവം, പ്രാർത്ഥന, ഭക്തി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് കൂടി കടക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. സോറി, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ലേശം ഒന്ന് അതായിട്ട് സംസാരിച്ചു. കാരണം എനിക്ക് ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം തോന്നും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആൾക്കാർക്ക് പറയാൻ പറ്റുന്നതെന്ന് തോന്നിപ്പോവും എനിക്ക്. എനിവേ, ഓക്കെ, നല്ലത് വരട്ടെ എല്ലാവർക്കും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.